പ്രാണവായു എന്ന് പറയുന്നത് കിട്ടാക്കനിയാകുന്ന ഒരു കാലം വരുമോ? ഇതൊക്കെ നമ്മളെല്ലാം കൂടി വെക്കുന്ന പ്രശ്നമാണെങ്കിൽ പോലും ഒരു പ്രാണവായു, ശുദ്ധവായു ശ്വസിക്കാൻ കിട്ടാത്തൊരു നഗരമായി നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗം മാറുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. എന്തായാലും ദില്ലിയിൽ അതൊരു വലിയ രാഷ്ട്രീയ വിവാദം കൂടി ആയിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമൊക്കെ ഉയർന്നു. ദില്ലിയിൽ വായു മലിനീകരണത്തിനെതിരായ പ്രതിഷേധത്തിനിടെ അറസ്റ്റിലായവർ പോലീസിനെതിരെ ഗുരുതരമായ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വാഭാവികം, ഗുരുതരമായിട്ടുള്ള പരാതി വരും. അതവിടെ നിൽക്കട്ടെ. എന്തിനായിരുന്നു പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞത്? ഏഷ്യാനെറ്റ് അടക്കമുള്ള മലയാള മാധ്യമങ്ങൾ ഇന്നലെ മുതൽ പറഞ്ഞുണ്ടാക്കുന്നത് JNUവിലെ പിള്ളേർ പ്രൊട്ടസ്റ്റ് ചെയ്തത് വായു മലിനീകരണത്തിന് എതിരെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഗൂഗിൾ ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 2025 8 വർഷത്തിന് ശേഷം ഡൽഹി എയർ പൊല്യൂഷനിൽ നിന്നും ആ ഇൻഡെക്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞൊരു സാധാരണ നിലയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എന്ത് പൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടസ്റ്റ്? കള്ളത്തരമാണ് ഇവർ പറയുന്നത്, 100% കള്ളത്തരം. സത്യം എന്താണെന്ന് നമുക്കറിയണ്ടേ? നമുക്ക് അതിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സാമ്പത്തികമായ പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെ ഇവിടത്തെ മാധ്യമങ്ങളൊക്കെ മറച്ചു വെക്കുന്ന വാർത്തകളാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പൊ അവർ ചെയ്യുന്ന ഒരു സംഗതി ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചാനലിന്റെ റീച്ച് കുറച്ചു, പൈസ നമുക്ക് കിട്ടാത്ത രീതിയിൽ നമ്മളെ മുടക്കി. അപ്പൊ പട്ടിണി കിടന്ന് നട്ടെല്ലാം ഒട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ ഈ പരിപാടി അങ്ങ് നിർത്തി പോയിക്കോളും എന്ന ചിന്തയിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെ നിർത്തി പോകാൻ സൗകര്യമില്ല, ഇനിയും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരോട് ഞാൻ സാമ്പത്തികമായിട്ടുള്ള പിന്തുണ ചോദിച്ചത്. എന്നെ കുറച്ച് അധിക കാലത്തേക്കും കൂടി നിങ്ങൾ ഇങ്ങനെ സഹായിക്കേണ്ടി വരും. ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മറ്റൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്. പോളി ന്യൂസ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. വേറെ വിഷയങ്ങൾ നമ്മൾ അവിടെയും പറയുന്നുണ്ട്, അതും ഒന്ന് കാണുക. ഇനി അങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റാത്ത ആൾക്കാർ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നലെ മലയാള മനോരമയില് ഇതിനെപ്പറ്റി ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് അതൊന്ന് വായിക്കാം. ഞാനിപ്പോ നിങ്ങളെ കാണിക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് പേജാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വായിച്ചാലാണ് യഥാർത്ഥ വാർത്ത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടിട്ട് എന്താ മനസ്സിലാവുന്നത് നോക്കിക്കോ. ഡൽഹി ഇന്ത്യ ഗേറ്റിലെ വായു മലിനീകരണത്തിനെതിരായ പ്രതിഷേധത്തിൽ 3 മലയാളികളടക്കം 22 വിദ്യാർത്ഥികൾ റിമാൻഡിൽ. എന്തിനെതിരെ? വായു മലിനീകരണത്തിനെതിരെ. യഥാർത്ഥത്തിൽ വായു മലിനീകരണത്തിനെതിരെ തന്നെയാണോ അവിടെ പ്രക്ഷോഭം നടന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിള് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഡൽഹി എയർ ഇൻഡെക്സ് ഗ്രാഫ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റ വരും. ശരിക്കും പറഞ്ഞാൽ മുൻപത്തേതിനെക്കാട്ടിയും ഇപ്പോ ഡൽഹിയിലെ വായുവിന്റെ ആ ഒരു മലിനീകരണത്തിന്റെ തോതെന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. 8 വർഷങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുവാണെങ്കിൽ ഇപ്പോ ഡൽഹി ബെറ്ററായി വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ശൈത്യകാലത്ത് ഉണ്ടാവുന്ന വായു മലിനീകരണം എന്ന് പറയുന്നത് മാറ്റാൻ പറ്റില്ല. അത് അവിടുത്തെ ക്ലൈമറ്റ് ആണ്. ആ ക്ലൈമറ്റ് അനുസരിച്ച് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിനാണോ ഈ പിള്ളേര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്? ഈ മനോരമയുടെ തന്നെ വാർത്ത തുറന്നു വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് പ്രൊട്ടസ്റ്റ് ചെയ്തതെന്ന്. അതൊന്ന് വായിക്കാം. ഡൽഹി ഇന്ത്യ ഗേറ്റിലെ വായു മലിനീകരണത്തിനെതിരായ പ്രതിഷേധത്തിൽ 3 മലയാളികളടക്കം 22 വിദ്യാർത്ഥികൾ റിമാൻഡിൽ. പ്രതിഷേധത്തിനിടെ ഒരു വിഭാഗം കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് ഹിതുമയുടെ ചിത്രം ഉയർത്തിയതിലും മുദ്രാവാക്യം വിളിച്ചതിലും വിവാദം. എന്തിനെ? മാവോയിസ്റ്റ് നേതാവ് ഹിതുമയുടെ ചിത്രം ഉയർത്തിയതിനും മുദ്രാവാക്യം വിളിച്ചതിനും വിവാദോ? എന്താണ് മനോരമ പറയുന്നത്? അല്ലെങ്കിൽ ഈ ഏഷ്യാനെറ്റ് പോലുള്ള വാർത്തകൾ എന്താ പറയുന്നത്? നിങ്ങൾ നക്സലുകളോടൊപ്പമാണോ? നിങ്ങൾ മാവോയിസ്റ്റുകാരോടൊപ്പമാണോ? നിങ്ങൾ ഇപ്പോഴും രാജ്യത്തെ പിന്നോട്ട് വലിച്ച ആ തീവ്രവാദികൾക്കൊപ്പമാണോ എന്നതാണ് ചോദ്യം. ഇവിടുത്തെ മാധ്യമങ്ങൾ ഉത്തരം പറയണം. 100 സൈനികരെ നിഷ്ഠൂരമായി കൊന്ന ഒരു മാവോയിസ്റ്റ്, ഒരു നക്സലാണ് ഈ പറയുന്ന ഹിതുമ. അങ്ങനെയുള്ള ഒരു വ്യക്തിനെ ആന്ധ്രാപ്രദേശിൽ വെച്ച് ശക്തമായ ഒരു ഏറ്റുമുട്ടലോടുകൂടി കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചപ്പോൾ അതിന്റെ പേരിൽ ഉണ്ടായ കുത്തിത്തിരിപ്പാണ് ഈ JNU കുഞ്ഞുങ്ങൾക്ക്. ഇതിലൊരാൾ പ്രായപൂർത്തി പോലും ആവാത്ത കുട്ടിയാണെന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിലെ വായു മലിനീകരണത്തിനെതിരായ പ്രതിഷേധത്തിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത 22 പേരെയാണ് പട്യാല ഹൗസ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. കർത്തവ്യപഥ് പോലീസ് അറസ്റ്റ് ചെയ്ത 5 പേരെ 2 ദിവസത്തെ കസ്റ്റഡിയിലും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത 16 പേരെ 3 ദിവസത്തെ കസ്റ്റഡിയിലും വിട്ടു. പ്രായപൂർത്തിയായില്ലെന്ന സംശയത്തെ തുടർന്ന് ഒരു വിദ്യാർത്ഥിയെ സംരക്ഷണാലയത്തിലേക്ക് മാറ്റി. മലപ്പുറം തൃശൂർ സ്വദേശികളായ 2 പേരടക്കം 3 വിദ്യാർത്ഥികളും 3 മലയാളി വിദ്യാർത്ഥികളും റിമാൻഡിലാണ്. അതിനിടെ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം സുരക്ഷാസേന കൊലപ്പെടുത്തിയ മാവോയിസ്റ്റ് നേതാവ് ഹിതുമയുടെ ചിത്രം ഉയർത്തിയതും മുദ്രാവാക്യം വിളിച്ചതും വൻ വിവാദമായി. വായു മലിനീകരണത്തിനെതിരായ പ്രതിഷേധം മാവോയിസ്റ്റ് അനുകൂലമായതിൽ BJPയും പ്രതിഷേധം അറിയിച്ചു. റിമാൻഡിലായവരിൽ 12 പേർ വിദ്യാർത്ഥിനികളാണ്. കോടതി പരിസരത്ത് വെച്ചും പോലീസ് വാനിനുള്ളിൽ കൈകൊണ്ടടിച്ചും റിമാൻഡിലായ വിദ്യാർത്ഥികൾ പ്രതിഷേധം അറിയിച്ചു. മലപ്പുറത്തൊന്നും തൃശ്ശൂരിൽ ഒക്കെയുള്ള ആൾക്കാരുണ്ട്. ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ മുദ്രാവാക്യം വിളി നിങ്ങൾ കേട്ടായിരുന്നോ? ഒന്ന് കേട്ടോ. AQI के वर्सन होने पर प्रोटेस्ट कर रहे हैं, क्या कुछ आप लोगों के डिमांड्स हैं? दिल्ली में जो AQI के राइजिंग लेवल्स हो रहे हैं, चाहे AQI 1000 के पार जा रहा हो,
പ്രശ്നം വായുമലിനീകരണമല്ല, പ്രശ്നം സഖാവിന്റെ നെഞ്ചു തുളഞ്ഞ് ഉണ്ട പോയതാ. ഭാര്യയുടെ മുമ്പിൽ വെച്ചാ തീർത്ത് കളഞ്ഞ സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. നിലവിളിയോട് നിലവിളിയാ. ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും ഈ BJP? ഈ അമിത്ഷാ അങ്ങോട്ട് ഇറങ്ങി നക്സലുകളെ തീർക്കുന്നു, മാവോയിസ്റ്റുകളെ തീർക്കുന്നു, ഭീകരവാദികളെ തീർക്കുന്നു, ജയ്ഷെ മുഹമ്മദിനെ തീർക്കുന്നു. ഷേടാ, അനങ്ങാൻ വയ്യാത്ത അവസ്ഥയാണിത്. ഇങ്ങനെ പോയാൽ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ ഇവിടെ വോട്ട് നേടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബസ്തർ ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു 6-7 മാസം മുമ്പാണ് ഒരു ഗ്രാമത്തിൽ ബസ് വന്നത്. ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടത്തെ പോലത്തെ വലിയ ബസ്, ഇവിടത്തെ കണ്ടീഷൻ എന്താ? കിടന്നിട്ട് പോവാ അല്ലെ, സ്ലീപ്പർ ബസ്സുകൾ അവൈലബിൾ ആ. ആ ബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ 9 മാസം മുമ്പ് വന്ന ബസ്, പഴയ രാജാപ്പാട്ട് സിനിമയിലൊക്കെ ഉണ്ടാവില്ലേ, അമ്മാതിരി ഒരു സാധനം തന്നെ. അത്രയും ഇപ്പോഴാണ് നടന്നേ. ഈ 2025 അവര് ബസ് കാണാനായിട്ട് കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ജംഗൽ രാജ് കാലഘട്ടത്തിൽ ഒരു സൈഡിൽ കൂടി ലാലു പ്രസാദ് യാദവിന്റെ ആൾക്കാർ അഴിഞ്ഞാടുമ്പോ ഇപ്പുറത്തൂടി മാവോയിസ്റ്റുകാര്, നക്സലുകാര് തോന്നുന്ന പോലെ വന്ന ആൾക്കാരെ എടുത്തിട്ട് അടിക്കാം, ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചു പറിക്കാം, തോക്കുമായിട്ട് ഇങ്ങനെ നടക്കൂല്ലേ. എന്നിട്ട് പറയുന്നത് എന്താ? ഞങ്ങൾ സർക്കാരിനെതിരെ ഞങ്ങൾ ഏതാണ്ട് മലമറിക്കുന്നു. ആ മലമറിക്കലൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഇവിടെ ഇനി മാവോയിസം വേണ്ട എന്ന് തീരുമാനിച്ചതും അത് പ്രഖ്യാപിച്ചതും അമിത്ഷായാണ്. അദ്ദേഹം അത് വലിയ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞു. നമുക്കറിയാം, ഒരുപാട് മാവോയിസ്റ്റുകൾ ആയുധങ്ങളും ഒക്കെ ആയിട്ട് വന്ന് കീഴടങ്ങി. ഇനി കീഴടങ്ങാൻ സമയം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു മാവോയിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ചാനൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതൊന്നും കണ്ടു. വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു കത്തിലൂടെ കേന്ദ്ര സർക്കാരിനെയും 3 സംസ്ഥാന സർക്കാരുകളെയും അറിയിച്ചിരിക്കുന്നത്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, അതോടൊപ്പം തന്നെ നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ 3 സർക്കാരുകളെയും അറിയിച്ചതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും സമാനമായ രീതിയിൽ ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. ഈ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, അതായത് നമുക്കറിയാം അമിത്ഷാ മാർച്ച് 31 വരെ 2026 മാർച്ച് 31 വരെ ഇവർ കീഴടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം നിശ്ചയിച്ചിരുന്നത്. ആ സമയം നിശ്ചയിച്ചതിനുള്ളിൽ തന്നെ കീഴടങ്ങാം എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. ആ ഒരു മാവോയിസ്റ്റുകൾ ഫെബ്രുവരി 15 എന്നുള്ളൊരു സമയപരിധി അവർ തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. കാരണം ഈ ഫെബ്രുവരി 15 എന്നുള്ള സമയപരിധി നിശ്ചയിക്കുമ്പോൾ മറ്റ് ദളങ്ങളുമായും നേതാക്കളുമായും വിശദമായി ചർച്ച നടത്തേണ്ടതുണ്ട് എന്നാണ് മാവോയിസ്റ്റ് വക്താവ് അനന്ത് നൽകിയിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ സോൺ വക്താവ് അനന്ത് നൽകിയിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കേന്ദ്രീകൃത ജനാധിപത്യമുള്ള പാർട്ടിയാണ് CPIM മാവോയിസ്റ്റ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മറ്റ് ദളങ്ങളുമായി തന്നെ ചർച്ച നടത്തി ഒരു അഭിപ്രായ ഐക്യത്തിലെത്തി തീർച്ചയായും 15ഓടുകൂടി അവരുടെ നടപടികൾ പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, നെഞ്ചത്ത് തൊള വീഴുമെന്നായാൽ തീരം വിപ്ലവം. അനാവശ്യമായ വിപ്ലവമായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഭയം വരുമ്പോഴത്തേക്ക് തീരുന്നത്. അപ്പൊ ഈ പിള്ളേര് ആർക്കു വേണ്ടിയാണ് ഈ പറയുന്ന നാടകം കളിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ തുള്ളൽ തുള്ളുന്നത് എന്നാണ് അറിയേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കും, അതോടൊപ്പം നിങ്ങൾ മനുഷ്യത്വം പറഞ്ഞു കൊടുക്കണം. ചുമ്മാ മനുഷ്യനാകണം എന്ന് പാടിയ പോരാ. മാവോയിസ്റ്റ് ആണോ മനുഷ്യൻ? നക്സലാണോ മനുഷ്യൻ? മറ്റൊരു മനുഷ്യനെ കൊന്നു തീർക്കാനായിട്ടുള്ള ആ ഒരു ചങ്കുറപ്പോടുകൂടി ആര് ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നോ, അയാൾ കൊള്ളരുതാത്തവനാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ലേ? കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സംഗതി അതാണെന്നാണോ പഠിപ്പിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ കാണുന്ന വാർത്തകളുടെ സത്യാവസ്ഥ യഥാർത്ഥത്തിൽ എന്താണ്? ഈ കണ്ട കാലം മുഴുവനും ഈ നോർത്ത് ഇന്ത്യയിൽ ബീഫ് കൈവശം വെച്ചതിന് തല്ലിക്കൊന്നു, നോർത്ത് ഇന്ത്യയിൽ ബീഫും കൊണ്ട് മേടിച്ചു വീട്ടിൽ പോണ വഴിക്ക് തല്ലിക്കൊന്നു, അടിച്ചു കൊന്നു, വെടിവെച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരുപാട് വാട്സപ്പിൽ ഇങ്ങനെ വരാറുണ്ട്. ഒരു ന്യൂസ് ഞാൻ എടുത്തു വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അത് ഒരു പെങ്കൊച്ചിനെ കയറി പിടിച്ചതിന് അടിച്ചതാ, അത് പശുവിറച്ചി കൊണ്ടുപോയതിനെ അടിച്ചെന്നാക്കി. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ ഹിന്ദി അറിയാത്തവരെ, ഇംഗ്ലീഷ് അറിയാത്തവരെ ഒക്കെ പറ്റിക്കാം എന്ന് കച്ച കെട്ടി ഇറങ്ങി ഇവര് കൊടുക്കുന്നതാ. ഇപ്പൊ കണ്ടില്ലേ, ഉള്ളിൽ എഴുതി വെച്ചിരിക്കുക. അതായത് ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് അകത്ത് പോയി കഴിഞ്ഞാൽ ലിങ്കിൽ എഴുതി വെച്ചിരിക്കുകയാണ് എന്ത്? മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യം വിളിച്ചു, പ്ലക്കാർഡുകൾ ഉയർത്തി. അത് വിവാദമാകില്ലേ? അത് വിവാദമാകണ്ട എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ രാജ്യത്തിനൊപ്പമാണോ അതോ ആന്റി ഇന്ത്യൻസ് ആണോ? ഇതാണ് എന്റെ സംശയം. നിങ്ങൾ ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തിക്കോളൂ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ വാർത്തകൾ പറഞ്ഞോളൂ. പക്ഷേ സത്യം പറയാൻ നിങ്ങൾക്ക് എന്ത് തരണം? നിങ്ങൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അച്ചാരം വാങ്ങിച്ചുകൊണ്ട് യാഥാർത്ഥ്യം മറച്ചു വെച്ച് ഇങ്ങനെ പച്ച നുണ പറയുന്നത്? ഡൽഹിയിലെ വായു ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി പുറത്തിറങ്ങി സമരം ചെയ്യുന്ന നിഷ്കളങ്കരായ പിള്ളാര്, എന്റെ രോമം എഴുന്നേറ്റ് വരുന്നു. ഭീകരവാദികളെ വെളുപ്പിച്ച് ഓരോരുത്തരായിട്ട് മേളിലേക്ക് അയച്ചിട്ട് നിങ്ങൾക്ക് മതിയായില്ല. മാവോയിസ്റ്റുകാരെല്ലാരും സൈഡായി തുടങ്ങി. മതിയായി, വയ്യ, ഇനി മനസ്സിലായില്ലേ? ഇനി വയ്യ, എതിരിടാൻ വയ്യ. എന്തായാലും BJP സർക്കാരാ ഭരിക്കുന്ന പഴയ പോലെ മൻമോഹൻ സിംഗ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അല്ല. വെടിവെക്കുമെന്ന് പറഞ്ഞാൽ വെക്കും, പെട്ടി കിടക്കുമെന്ന് പറഞ്ഞാൽ പെട്ടി കിടക്കും. ഇത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ ഉള്ള കുറെ ക്രിമിനൽസിനാ മനസ്സിലാവാത്തത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്നത്, ഓരോ കാര്യങ്ങളും പൊക്കി പിടിച്ചുകൊണ്ട്.
അപ്പൊ സംഭവം ഇതാണ്, ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകളൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ അതെടുത്ത് വെച്ച് ഗൂഗിൾ വെച്ച് നോക്കുക. ഇപ്പൊ ഒരു AI മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ, ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. എന്ത് സാധനമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, എവിടൊക്കെ അതിന്റെ ലിങ്ക് ഉണ്ടോ അതെല്ലാം എടുത്ത് വെച്ച് കൃത്യമായ ഡാറ്റ നിങ്ങൾക്ക് തരും. അങ്ങനെ കണ്ടറിഞ്ഞ് എടുത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സത്യം ഏതാ നുണ ഏതാന്നുള്ളത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. കോടികൾ വരുമാനം കിട്ടേണ്ട ഒരു ജോലിയാണെന്ന് അവർ പറയുന്നത്. കാരണം അവർക്ക് അത്രയും ചെലവുണ്ട്. അത്ര കഴിഞ്ഞ ഏതോ ഒരു പരിപാടി ശ്രീകണ്ഠൻ നായരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനലിന് ഭയങ്കര ചെലവാണ്, അതിനനുസരിച്ച് ആ ചെലവിനനുസരിച്ച് ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കും സർക്കാരുകൾക്കും ഒക്കെ കീഴടങ്ങി പോകുകയാണ്. ഉളുപ്പുണ്ടോ പറയാൻ? ഇങ്ങനെ അടിമത്തരം കാണിച്ച് കുരിഞ്ഞു നിൽക്കുന്നതിന് വരെ പണി നിർത്തിപ്പോ. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. എനിക്കുമല്ല വരുമാനം, 2 വർഷമായിട്ട് എനിക്ക് വരുമാനമില്ല. ഒരു രാഷ്ട്രീയക്കാരന്റെ അടുത്തൊന്നും പൈസ വാങ്ങിച്ചിട്ടല്ല ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രേക്ഷകരെ, നിങ്ങൾ കയ്യിലുള്ളതുപോലെ സംഭാവന വന്ന് എന്നെ സഹായിക്കൂ, എനിക്ക് മുന്നോട്ട് പോകാനെന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും എല്ലാ പാർട്ടിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി PR ചെയ്യൂ, സൗകര്യമില്ലെന്നാ പറഞ്ഞത്. സൗകര്യമില്ല എന്നങ്ങനെ ചെയ്യേണ്ടി വരുന്നു, അന്ന് ഈ പണി നിർത്തും. മനസ്സിലായില്ലേ? ഈ ഒരു നിലപാടില്ലാത്ത ഒരു മനുഷ്യൻ പത്രപ്രവർത്തകനായി തുടർന്നാൽ നാടിനാണ് ആപത്ത്. അങ്ങനെയുള്ള പത്രപ്രവർത്തകരെ വളർത്തണോ വേണ്ടേ എന്നുള്ളതും കൂടി നിങ്ങൾ ചിന്തിച്ചു. ഞാൻ ആകെപ്പാടെ എന്നെ വിളിച്ച സ്ഥാനാർത്ഥികളോടും പാർട്ടിക്കാരോടും ഒക്കെ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ഇന്റർവ്യൂ പ്ലാറ്റ്ഫോം ഒരുക്കി തരാം, അതിന് ഞാനൊരു ഫീസും വെക്കും, 100% പെയ്ഡ്. നാട്ടുകാരോട് പറയുകയും ചെയ്യും ഇത് പെയ്ഡ് ആണെന്ന്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ വേണമെങ്കിൽ എക്സ്പോസ് ചെയ്തോ, ആൾക്കാരോട് പറഞ്ഞോ, വോട്ടർമാരോട് പറഞ്ഞോ നിങ്ങളുടെ നിലപാടുകൾ, കാര്യങ്ങൾ. ഇത്രയേ പറഞ്ഞോളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു PR ചെയ്യാൻ എന്നെ കിട്ടില്ല. ഇതുപോലെ പറയാൻ നട്ടലുള്ള എത്ര മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള മാധ്യമങ്ങളല്ലാതെ വേറെ ഒരാളെയും വിശ്വസിക്കരുതെന്നാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ വിശ്വസിച്ചാണ് കേരളം ഇന്ന് ഈ കാണുന്ന നിലയിലായത്. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.